ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ഓർത്തപ്പോഴാണ് ഫ്രിഡ്ജിൽ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്താ പുഡിംഗ് തന്നെ അല്ലേ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിൽ കുറച്ച് പാലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാലെടുത്തിട്ട് നമുക്ക് ആവശ്യം വരും. ബാക്കി പാൽ ഇതേ പാനിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ നല്ലപോലെ ചൂടായി വന്ന് ആ പാലും പഞ്ചസാരയൊക്കെ നല്ല മിക്സ് ആവണം. നല്ല മിക്സ് ആയി കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുന്ന ഒരു പരുവം ആവുമ്പോൾ, അതായത് ഒരു തിളച്ച് തുടങ്ങുന്ന പരുവം അതാവുമ്പോൾ വേണം നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിക്കാൻ. ഇത് കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ തന്നെ കസ്റ്റേർഡ് പൗഡറും കൂടി ആഡ് ചെയ്തതാണ്. 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കസ്റ്റേർഡ് പൗഡർ 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആ കുറച്ച് പാലിലാണ് കേട്ടോ, അത് ഇന്ന അളവൊന്നുമില്ല. കാര്യം 1/2 ലിറ്ററിന്റെ പാലിൽ കുറച്ച് മാറ്റി വെക്കാം, അങ്ങനെയാണ്. പിന്നെ അതേ നമുക്ക് പാല് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലാന്നുണ്ടെങ്കിൽ പാൽ അടി പിടിക്കും. പിന്നെ പാല് കത്തിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും, പിന്നെ കുളമാവും ചളമാവും. അപ്പോൾ അത് കാരണം നമുക്ക് അതിനൊന്നും നിൽക്കണ്ട, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തേക്കുക. മടിയുള്ളതൊന്നും ഇത് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇച്ചിരി പണിയുണ്ട്, കാണുന്ന പോലെയല്ല ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ അതേ പാല് തിളച്ച് വരുന്ന ഒരു സ്റ്റാർട്ടിങ് ടൈമാണത്. ആ ഒരു ടൈമിലാണ് നമ്മളിത് മിക്സി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ മിക്സി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതും നടുക്ക് അടി പിടിച്ച് ഒരു കട്ട പോലെയാവും. പിന്നെ ഇതുണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത് അത്യാവശ്യം ഒരുവിധം കാലം മുതലേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണല്ലോ ഇത്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ വെച്ച് പുഡിംഗ് ഉണ്ടാക്കാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ സംഭവം ഏകദേശം ഒന്ന് സെറ്റായി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് അങ്ങ് ഇട്ടുന്നുള്ളൂ. ബട്ടർ ഇടുമ്പോൾ ആ ഒരു പുഡിങ്ങിന് വേറെ ടേസ്റ്റ് കിട്ടും, അതാണ്. പിന്നെ ഈ ബട്ടർ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 100 ഗ്രാമിൻ്റെ ബട്ടറിൽ അൺസാൾട്ടഡ് ബട്ടറാണ്. അതിനകത്ത് ഒരു 3 പോർഷൻ ആക്കിയതിൻ്റെ ഒരു പോർഷനാണിത്. ഞാൻ ബട്ടർ എപ്പോഴും അങ്ങനെയാണ് എടുക്കാറ്. ഞാൻ ഒരു 3 പോർഷനാക്കി വെക്കും സെയിം അളവിൽ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുക്കും. ഇങ്ങനെ പുഡിങ്ങിനൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കാറ്. അപ്പം നമുക്ക് എടുക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ആ ഒരു ബട്ടർ ഫുൾ അതിനകത്ത് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിക്കാവും. തിക്കായി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക, നേരെ ഫാനിൻ്റെ ചുവട്ടിൽ വെക്കുക, ഒന്ന് ഇളക്കി ചൂടാറ്റി എടുക്കുക. കാര്യം ബ്രെഡ് തണുത്തിരിക്കുകയാണെങ്കിൽ തണുത്ത ബ്രെഡും ചൂടുള്ള മിക്സ്ചറും കൂടി അതിലേക്ക് ഒഴിക്കുമ്പോൾ രണ്ടും കൂടി ഒരു 2 ദിവസം ഇരിക്കുമ്പോഴേക്കും 3-ാമത്തെ ദിവസം ചീത്താവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുഡിങ്ങുകളും കേക്കുകളൊക്കെ തന്നെ വീട്ടിലുണ്ടാക്കിയാലും കേടാവാതെ കുറേ നാൾ ഇരുന്നോളും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. അപ്പോൾ അതേ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചൂടാറ്റാൻ വെക്കുക. ഇത് ചൂടാറി നമ്മൾ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ബ്രെഡ് വെക്കുക. ബ്രെഡ് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. സൈഡ് കട്ട് ചെയ്തെന്നോർത്തും കട്ട് ചെയ്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും വെക്കാം. അത് കഴിഞ്ഞ് ഇതേ ചൂടാറിയ മിക്സർ ഏകദേശം ഇതേപോലെ നല്ല രീതിയിലാവും. ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതായത് നിങ്ങൾക്ക് മനസ്സിലാവും സത്യത്തിൽ അതൊരു കുറച്ച് സെറ്റായിട്ടുണ്ട്, കാര്യം ചൂടാറിയത് കൊണ്ട്. പിന്നെ നമ്മൾ പതിയെ വേണം വെച്ചു കൊടുക്കാൻ, ആക്രാന്തം പിടിക്കരുത്. ആക്രാന്തം പിടിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് വെക്കുന്നത് ബ്രെഡല്ല, ഈ സ്ലൈസ് കേക്കുകൾ കിട്ടുമല്ലോ, ആ കേക്കാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കേക്ക് അവിടെ ഇരുന്നോളും. പിന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ്. ഒരുപാട് വിപ്പ് ചെയ്തെടുത്തിട്ടില്ല, ഒരു നോർമൽ ഇതിൽ. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ധൃതി പിടിച്ച് അങ്ങനെയാവും, കേക്ക് മേളിൽ നിന്ന് പൊളിഞ്ഞു പോരും. അപ്പോൾ ധൃതി പിടിക്കേണ്ട, പതിയെ ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യം ഒന്ന് ധൃതി പിടിച്ചതിൻ്റെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലേക്കും കുറച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഇതേ കുറച്ച് യെല്ലോ കളർ ചേർത്ത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഡിസൈൻ പോലെ വേണമെങ്കിൽ ചെയ്യാം. ഇത് വരച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ ഡിസൈൻ ഓർമ്മ വന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തായാലും പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് അടുത്ത പുഡിങ്ങിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങ് സംതൃപ്തി അടഞ്ഞു. ഇനിയിപ്പോൾ സംഭവമൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞു. ഇത്രയുള്ള പുഡിങ്. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിനിപ്പോൾ ക്ലിംഗ് റാപ്പ് വെച്ച് നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും എല്ലാവർക്കും ബൈ.